എല്ലാവർക്കും PSC സഹായിലോട്ട് സ്വാഗതം. PSC ഇപ്പോൾ ചോദിക്കുന്ന മിക്ക ക്വസ്റ്റ്യൻസിലും ധനകാര്യ കമ്മീഷനെ കുറിച്ച് ചോദിക്കാറുണ്ട്. ഒന്നെങ്കിൽ പ്രസ്താവന രീതി ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ വൺ വേർഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു വിഷയം പഠിച്ചിട്ട് തന്നെ പോകുക. ഓക്കെ. എന്താണ് ധനകാര്യ കമ്മീഷൻ? കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള സാമ്പത്തിക കാര്യങ്ങളുടെ സുഗമമായ നടത്തിപ്പിന് ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 280 പ്രകാരം നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള ഭരണഘടനാ സ്ഥാപനമാണ് ധനകാര്യ കമ്മീഷൻ. ഒന്നുകൂടെ പറയാം. കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള സാമ്പത്തിക കാര്യങ്ങളുടെ സുഗമമായ നടത്തിപ്പിന് ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 280 പ്രകാരം നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള ഭരണഘടനാ സ്ഥാപനമാണ് ധനകാര്യ കമ്മീഷൻ. ഈ അനുച്ഛേദം 250 നോട്ട് ചെയ്ത് വയ്ക്കുക. സഹകരണ ഫെഡറലിസം ശക്തിപ്പെടുത്തുക, സാമ്പത്തിക സ്ഥിരത സംരക്ഷിക്കുക എന്നിവ ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന കമ്മീഷനാണ് ധനകാര്യ കമ്മീഷൻ. എന്താണ്? സഹകരണ ഫെഡറലിസം ശക്തിപ്പെടുത്തുക, സാമ്പത്തിക സ്ഥിരത സംരക്ഷിക്കുക എന്നിവ ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന കമ്മീഷനാണ് ധനകാര്യ കമ്മീഷൻ. ഓക്കെ. എന്താണ് ധനകാര്യ കമ്മീഷൻ എന്ന് നമ്മൾ പറഞ്ഞു. ഇതെന്നാണ് ആരംഭിച്ചത്? ഇതിൻ്റെ അധികാരം ആർക്കാണ്? ഇതിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ഇത് എത്ര അംഗങ്ങളുണ്ട്? അതിനെക്കുറിച്ചൊക്കെ നമുക്ക് വിശദമായിട്ടൊന്ന് നോക്കാം. ഓക്കെ. ഫിനാൻസ് കമ്മീഷൻ മിസലേനിയസ് പ്രൊവിഷൻസ് ആക്ട് 1951 പ്രകാരം 1951 നവംബർ 22-നാണ് ആദ്യത്തെ കമ്മീഷന് രൂപം നൽകിയത്. ഈ ഡേറ്റ് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. എന്നാണ് 1951 നവംബർ 22-നാണ് ആദ്യത്തെ കമ്മീഷൻ രൂപം നൽകിയത്. മിസലേനിയസ് പ്രൊവിഷൻസ് ആക്ട് 1951 പ്രകാരം 1952 ആദ്യ കമ്മീഷൻ പ്രവർത്തനം ആരംഭിച്ചു. 1952 ആദ്യ കമ്മീഷൻ പ്രവർത്തനം ആരംഭിച്ചത്. 1951 ഈ കമ്മീഷന് രൂപം നൽകി. ഓക്കെ. നിശ്ചിത കാലയളവിലേക്കുള്ള കമ്മീഷന്റെ രൂപവത്കരണത്തിനുള്ള ഭരണഘടനാ അനുസൃതമായ അധികാരം രാഷ്ട്രപതിക്കാണ്. നിശ്ചിത കാലയളവിലേക്കുള്ള കമ്മീഷന്റെ രൂപവത്കരണത്തിനുള്ള ഭരണഘടനാ അനുസൃതമായ അധികാരം ആർക്കാണ്? രാഷ്ട്രപതിക്കാണ്. ധനകാര്യ കമ്മീഷന്റെ അധികാരം. തുടർന്ന് അതത് കമ്മീഷൻ ആ കാലയളവിലെ പ്രവർത്തനങ്ങൾക്കുള്ള നടപടിക്രമം തീരുമാനിക്കുകയും അതിൻ്റെ നിർവഹണത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്നു. തുടർന്ന് അതത് കമ്മീഷൻ ആ കാലയളവിലെ പ്രവർത്തനങ്ങൾക്കുള്ള നടപടിക്രമം തീരുമാനിക്കുകയും അതിൻ്റെ നിർവഹണത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്നു. ഇതിൻ്റെ പ്രധാന കർത്തവ്യം എന്തെന്ന് വെച്ചാൽ കേന്ദ്ര സംസ്ഥാനങ്ങൾ തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളിൽ മേൽനോട്ടം വഹിച്ച് ആരോഗ്യകരമായ ഒരു ബന്ധം സ്ഥാപിക്കുക എന്നതാണ് കമ്മീഷന്റെ പ്രധാന കർത്തവ്യം. ഒന്നും കൂടെ പറയാം. എന്താണ്? കേന്ദ്ര സംസ്ഥാനങ്ങൾ തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളിൽ മേൽനോട്ടം വഹിച്ച് ആരോഗ്യകരമായ ഒരു ബന്ധം സ്ഥാപിക്കുക എന്നതാണ് കമ്മീഷന്റെ പ്രധാന കർത്തവ്യം. അനുച്ഛേദം 280 പ്രകാരം ധനകാര്യ കമ്മീഷനെ ഒരു അർദ്ധ ജുഡീഷ്യൽ ബോഡിയായി അനുശാസിക്കുന്നുമുണ്ട്. അനുച്ഛേദം 280 പ്രകാരം ധനകാര്യ കമ്മീഷനെ ഒരു അർദ്ധ ജുഡീഷ്യൽ ബോഡിയായി അനുശാസിക്കുന്നുണ്ട്. ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഒരു സിവിൽ കോടതിയുടെ എല്ലാ അധികാരങ്ങളും ധനകാര്യ കമ്മീഷനുണ്ട്. ധനകാര്യ കമ്മീഷന് ഉണ്ട്. ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയാണ്. ധനകാര്യ കമ്മീഷന്റെ ആസ്ഥാനം ന്യൂഡൽഹി. KC നിയോഗിയാണ് കമ്മീഷന്റെ ആദ്യ ചെയർമാൻ. ഇത് PSC പലവട്ടം ചോദിച്ചിട്ടുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ കാലയളവ് 1952 മുതൽ 57 വരെയാണ്. 1951 മുതൽക്ക് ഇങ്ങോട്ട് ആകെ 15 ധനകാര്യ കമ്മീഷനുകളാണ് ഇതുവരെ രാജ്യത്ത് പ്രവർത്തിച്ചിട്ടുള്ളത്. എന്താണ്? 1951 മുതൽക്ക് ഇങ്ങോട്ട് ആകെ 15 ധനകാര്യ കമ്മീഷനുകളാണ് ഇതുവരെ രാജ്യത്ത് പ്രവർത്തിച്ചിട്ടുള്ളത്. 16ാമത് ധനകാര്യ കമ്മീഷൻ 2023 രൂപം നൽകിയിട്ടുണ്ട്. പ്രവർത്തന കാലയളവ് 2026 മുതൽ 31 വരെയാണ്. ആരാണ് ചെയർമാൻ? അരവിന്ദ് പനഗരിയാണ് ചെയർമാൻ. 2017 നവംബറിൽ ഇന്ത്യൻ രാഷ്ട്രപതി നിയമിച്ച NK സിംഗ് ആണ്, അല്ലെങ്കിൽ നന്ദ് കിഷോർ സിംഗ് ആണ് നിലവിലെ ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ. 15ാമത്തെയാണ് NK സിംഗ്. അദ്ദേഹത്തിൻ്റെ കാലയളവ് 2021-22 മുതൽ 2025-26 വരെയാണ് ഇദ്ദേഹത്തിൻ്റെ നിയമനം. മുൻ ഇന്ത്യൻ പ്ലാനിംഗ് കമ്മീഷന്റെ അംഗവുമായിരുന്നു NK സിംഗ്.
അതുപോലെ തന്നെ 15-ാം ധനകാര്യ കമ്മീഷനിലെ അംഗങ്ങൾ ശക്തികാന്ത ദാസ്, അനൂപ് സിംഗ്, അശോക് ലഹിരി, രമേശ് ചന്ദ് എന്നിവരായിരുന്നു. ആരൊക്കെയാണ്? അനൂപ് സിംഗ്, അശോക് ലഹിരി, രമേശ് ചന്ദ്. ഈ ശക്തികാന്ത ദാസ് റിസർവ് ബാങ്കിൻ്റെ ഗവർണറായി രാജിവെച്ചതോടെ അജയ് നാരായൺ ഷാ 15-ാം ധനകാര്യ കമ്മീഷനിൽ അംഗമായി. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. ഈ ശക്തികാന്ത ദാസ് റിസർവ് ബാങ്കിൻ്റെ ഗവർണറായി രാജിവെച്ചതോടെ അജയ് നാരായൺ ഷാ 15-ാം ധനകാര്യ കമ്മീഷനിൽ അംഗമായി. നമുക്കിനി കമ്മീഷനിലെ അംഗങ്ങളെക്കുറിച്ചൊന്ന് നോക്കാം. കമ്മീഷനിലെ അംഗങ്ങൾ ഒരു ചെയർമാനും 4 അംഗങ്ങളും അടങ്ങുന്നതാണ് കമ്മീഷൻ. ഒരു ചെയർമാനും 4 അംഗങ്ങളും അടങ്ങുന്നതാണ് കമ്മീഷൻ. ചെയർമാൻ കമ്മീഷന്റെ നിയന്ത്രണങ്ങൾ ഏറ്റെടുക്കുകയും അതിൻ്റെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുകയും ചെയ്യുന്നു. ചെയർമാനാണ് കമ്മീഷന്റെ നിയന്ത്രണങ്ങൾ ഏറ്റെടുക്കുകയും അതിൻ്റെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുകയും ചെയ്യുന്നത്. സാധാരണയായി 5 വർഷത്തേക്കാണ് ഒരു കമ്മീഷനെ നിയമിക്കുക. എന്നാൽ ചില പ്രത്യേക വ്യവസ്ഥകളിൽ അംഗങ്ങളെ പുനർനിയമിക്കാവുന്നതുമാണ്. എന്താണ്? സാധാരണയായി 5 വർഷത്തേക്കാണ് ഒരു കമ്മീഷനെ നിയമിക്കുക. എന്നാൽ ചില പ്രത്യേക വ്യവസ്ഥകളിൽ അംഗങ്ങളെ പുനർനിയമിക്കാവുന്നതാണ്. അതുപോലെ തന്നെ കമ്മീഷനിലെ അംഗങ്ങൾക്കുണ്ടാവേണ്ട യോഗ്യതകളും തിരഞ്ഞെടുപ്പിൻ്റെ നടപടിക്രമവും നിർണ്ണയിക്കാൻ നിയമപ്രകാരം പാർലമെൻറ്റിന് അധികാരമുണ്ട്. ഇതൊക്കെ നിങ്ങൾ ഒരു നോട്ടിലോ എന്തെങ്കിലും എഴുതി വയ്ക്കുക, അല്ലെങ്കിൽ നിങ്ങളിത് റിപ്പീറ്റായിട്ട് ഒന്ന് കേട്ട് നോക്കുക. കമ്മീഷനിലെ അംഗങ്ങൾക്കുണ്ടാവേണ്ട യോഗ്യതകളും തിരഞ്ഞെടുപ്പിൻ്റെ നടപടിക്രമവും നിർണ്ണയിക്കാൻ നിയമപ്രകാരം പാർലമെൻറ്റിനും അധികാരമുണ്ട്. എല്ലാ അംഗങ്ങളെയും രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത്. നോട്ട് ദ പോയിന്റ്. എല്ലാ അംഗങ്ങളെയും രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത്. മാത്രമല്ല രാഷ്ട്രപതിക്ക് അംഗങ്ങളെ അയോഗ്യരാക്കാനും പുനർനിയമിക്കാനും കഴിയും. എന്താണ്? എല്ലാ അംഗങ്ങളെയും രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത്. മാത്രമല്ല രാഷ്ട്രപതിക്ക് അംഗങ്ങളെ അയോഗ്യരാക്കാനും പുനർനിയമിക്കാനും കഴിയും. അതുപോലെ തന്നെ ഈ ധനകാര്യ കമ്മീഷൻ അംഗങ്ങൾക്കുണ്ടാകേണ്ട യോഗ്യതകളും കൂടെ നോക്കാം. പൊതുകാര്യങ്ങളിൽ മതിയായ അറിവും പരിചയവുമുള്ള ഒരു വ്യക്തിയാണ് ചെയർമാനായി പരിഗണിക്കുക. പൊതുകാര്യങ്ങളിൽ മതിയായ അറിവും പരിചയവുമുള്ള ഒരു വ്യക്തിയെയാണ് ചെയർമാനായി പരിഗണിക്കുക. ഹൈക്കോടതി ജഡ്ജി, തതുല്യ യോഗ്യതയുള്ളയാൾ, അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ അക്കൗണ്ട്, ഫിനാൻസ് മേഖലകളിൽ മതിയായ അറിവുള്ളയാൾ, അല്ലെങ്കിൽ ഭരണതലത്തിലോ സാമ്പത്തിക കാര്യങ്ങളിലോ മതിയായ വൈദഗ്ധ്യവും അനുഭവപരിചയമുള്ളയാൾ, അല്ലെങ്കിൽ സാമ്പത്തിക ശാസ്ത്രത്തിൽ പ്രത്യേക പരിജ്ഞാനമുള്ളയാൾ എന്നിവരെയെല്ലാം കമ്മീഷനിലെ അംഗങ്ങളായി പരിഗണിക്കുന്നതാണ്. ഒന്നും കൂടെ പറഞ്ഞുതരാം. ചെയർമാനായി പരിഗണിക്കുന്നത് പൊതുകാര്യങ്ങളിൽ മതിയായ അറിവും പരിചയവുമുള്ള ഒരു വ്യക്തിയാണ് ചെയർമാനായി പരിഗണിക്കുക. മറ്റ് അംഗങ്ങളെ പരിഗണിക്കുന്നത് ഹൈക്കോടതി ജഡ്ജി, തതുല്യ യോഗ്യതയുള്ളയാൾ, അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ അക്കൗണ്ട്സ്, ഫിനാൻസ് മേഖലകളിൽ മതിയായ അറിവുള്ളയാൾ, അല്ലെങ്കിൽ ഭരണതലത്തിലോ സാമ്പത്തിക കാര്യങ്ങളിലോ മതിയായ വൈദഗ്ധ്യവും അനുഭവപരിചയമുള്ളയാൾ, അല്ലെങ്കിൽ സാമ്പത്തിക ശാസ്ത്രത്തിൽ പ്രത്യേക പരിജ്ഞാനമുള്ളയാൾ എന്നിവരെയെല്ലാം കമ്മീഷനിലെ അംഗങ്ങളായി പരിഗണിക്കുന്നതാണ്. അതുപോലെ തന്നെ ഒരംഗത്തിൻ്റെ മാനസിക ആരോഗ്യം വളരെ മോശമാണെന്ന് കണ്ടെത്തുകയോ അംഗം പാപ്പരാണെന്ന് തെളിയുകയോ അദ്ദേഹം ഏതെങ്കിലും കുറ്റത്തിലേർപ്പെടുകയോ ഇമ്മോറൽ ഓഫൻസ്, അദ്ദേഹത്തിൻ്റെ വ്യക്തിഗത താൽപ്പര്യങ്ങൾക്ക് കമ്മീഷൻ്റെ സുഗമമായ പ്രവർത്തനങ്ങൾക്ക് തടസ്സം നിൽക്കുകയോ ചെയ്താൽ ആ വ്യക്തി ധനകാര്യ കമ്മീഷനിൽ നിന്നും അയോഗ്യനാക്കപ്പെടും. ഒന്നും കൂടെ പറഞ്ഞുതരാം. ഒരംഗത്തിൻ്റെ മാനസിക ആരോഗ്യം വളരെ മോശമാണെന്ന് കണ്ടെത്തുകയോ അംഗം പാപ്പരാണെന്ന് തെളിയുകയോ അദ്ദേഹം ഏതെങ്കിലും കുറ്റത്തിലേർപ്പെടുകയോ അദ്ദേഹത്തിൻ്റെ വ്യക്തിഗത താൽപ്പര്യങ്ങൾ കമ്മീഷൻ്റെ സുഗമമായ പ്രവർത്തനങ്ങൾക്ക് തടസ്സം നിൽക്കുകയോ ചെയ്താൽ ആ വ്യക്തി ധനകാര്യ കമ്മീഷനിൽ നിന്നും അയോഗ്യനാക്കപ്പെടും. ഓക്കെ, ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇത് പ്രസ്താവന രീതി ചോദിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ പ്രസിഡൻറ്റിൻ്റെ ഓർഡർ അനുസരിച്ച് ഒരംഗത്തിന് മുഴുവൻ സമയ സേവനത്തിലോ ഭാഗിക സേവനത്തിലോ ഏർപ്പെടാം. എന്താണ്? പ്രസിഡൻറ്റിൻ്റെ ഓർഡർ അനുസരിച്ച് ഒരംഗത്തിന് മുഴുവൻ സമയ സേവനത്തിലോ ഭാഗിക സേവനത്തിലോ ഏർപ്പെടാം. നെക്സ്റ്റ് ധനം വീതം വയ്ക്കലാണ്. ഫെഡറേഷനും സംസ്ഥാനങ്ങൾക്കും ധനാഗമാർഗങ്ങൾ വീതിക്കുന്നതിൽ ചില മാനദണ്ഡങ്ങൾ അടിസ്ഥാനമാക്കുന്നുണ്ട്.
ഈ മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ് കേന്ദ്ര റവന്യൂ മാർഗങ്ങൾ, സംസ്ഥാന റവന്യൂ മാർഗങ്ങൾ, കേന്ദ്രം ചുമത്തി പിരിച്ചെടുത്ത് സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന നികുതി അനുച്ഛേദം 269, കേന്ദ്രം ചുമത്തുന്നതും സംസ്ഥാനങ്ങൾ പിരിച്ചെടുക്കുന്നതുമായ നികുതികൾ അനുച്ഛേദം 268, കേന്ദ്രം ചുമത്തുകയും പിരിച്ചെടുക്കുകയും കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിൽ വീതിച്ചെടുക്കുന്നതുമായ നികുതികൾ അനുച്ഛേദം 270, 272, തൊഴിൽ കരം അനുച്ഛേദം 276, സഹായധനം അനുച്ഛേദം 275, സംസ്ഥാനങ്ങൾക്ക് താൽപ്പര്യമുള്ള നികുതി ബില്ലുകൾ മുതലായവയെല്ലാം വിഭജിച്ചിരിക്കുന്നത് കമ്മീഷന്റെ ശുപാർശകൾ പ്രകാരമാണ്. ഇതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ഒന്നും കൂടെ പറഞ്ഞുതരാം. എന്താണ്? ഫെഡറേഷനും സംസ്ഥാനങ്ങൾക്കും ധനമാർഗങ്ങൾ വീതിക്കുന്നതിൽ ചില മാനദണ്ഡങ്ങളുണ്ട്. ഈ മാനദണ്ഡങ്ങൾ അനുസരിച്ച് കേന്ദ്ര റവന്യൂ മാർഗങ്ങൾ, സംസ്ഥാന റവന്യൂ മാർഗങ്ങൾ, കേന്ദ്രം ചുമത്തി പിരിച്ചെടുത്ത് സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന നികുതികൾ അനുച്ഛേദം 269, കേന്ദ്രം ചുമത്തുന്നതും സംസ്ഥാനങ്ങൾക്ക് പിരിച്ചെടുക്കുന്നതുമായ നികുതികൾ അനുച്ഛേദം 268, കേന്ദ്രം ചുമത്തുകയും പിരിച്ചെടുക്കുകയും കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിൽ വീതിച്ചെടുക്കുന്നതുമായ നികുതികൾ അനുച്ഛേദം 270, 272, തൊഴിൽ കരം അനുച്ഛേദം 276, സഹായധനം അനുച്ഛേദം 275, സംസ്ഥാനങ്ങൾക്ക് താൽപ്പര്യമുള്ള നികുതി ബില്ലുകൾ മുതലായവയെല്ലാം വിഭജിച്ചിരിക്കുന്നത് കമ്മീഷന്റെ ശുപാർശകൾ പ്രകാരമാണ്. നിങ്ങൾക്ക് കൺഫ്യൂസ് ആയി കാണും. നിങ്ങൾ ഒന്നും കൂടെ ഒന്ന് റിപ്പീറ്റ് അടിച്ചൊന്ന് വായിച്ച് നോക്കി കേട്ട് നോക്കി ചെയ്യുക. ഓക്കെ, നമുക്ക് അടുത്തത് ധനകാര്യ കമ്മീഷന്റെ ചുമതലകളെ പറ്റി ഒന്ന് നോക്കാം. ഇന്ത്യൻ ധനകാര്യ കമ്മീഷന് നിരവധി ഉത്തരവാദിത്തങ്ങളുണ്ട്. താഴെ പറയുന്ന കാര്യങ്ങളിൽ കമ്മീഷൻ രാഷ്ട്രപതിക്ക് ശുപാർശ നൽകേണ്ടതാണ്. ഏതൊക്കെയാണ് ശുപാർശകളെന്ന് നമുക്ക് നോക്കാം. ഓരോ 5 വർഷത്തിലും ധനകാര്യ കമ്മീഷൻ കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമിടെ നികുതി വിതരണം ചെയ്യുന്നതിനുള്ള അടിസ്ഥാനങ്ങളും സംസ്ഥാനങ്ങൾക്കുള്ള ഗ്രാന്റ് ഇൻ എയ്ഡ് നിയന്ത്രിക്കുന്ന തത്വങ്ങളും നിർണ്ണയിക്കുന്നു. എന്താണ് ഈ ഗ്രാന്റ് ഇൻ എയ്ഡ് എന്നായിരിക്കും നോക്കുന്നത്. ഇന്ത്യയുടെ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന് സംസ്ഥാനങ്ങളുടെ റവന്യൂ ഇനത്തിലുള്ള സഹായധനങ്ങളെയാണ് ഈ ഗ്രാന്റ് ഇൻ എയ്ഡ് എന്ന് പറയുന്നത്. എന്താണ്? ഇന്ത്യയുടെ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നും സംസ്ഥാനങ്ങളുടെ റവന്യൂ ഇനത്തിലുള്ള സഹായധനങ്ങളാണ് ഈ ഗ്രാന്റ് ഇൻ എയ്ഡ്. ഓക്കെ, ഒന്നും കൂടെ പറയാം. ഓരോ 5 വർഷത്തിലും ധനകാര്യ കമ്മീഷൻ കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമിടെ നികുതി വിതരണം ചെയ്യുന്നതിനുള്ള അടിസ്ഥാനങ്ങളും സംസ്ഥാനങ്ങൾക്കുള്ള ഗ്രാന്റ് ഇൻ എയ്ഡ് എന്താണെന്ന് പറഞ്ഞു. എന്തായിരുന്നു? ഇന്ത്യയുടെ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നും സംസ്ഥാനങ്ങളുടെ റവന്യൂ ഇനത്തിലുള്ള സഹായധനങ്ങളെയാണ് ഗ്രാന്റ് ഇൻ എയ്ഡ് എന്ന് പറയുന്നത്. ഈ ഗ്രാന്റ് ഇൻ എയ്ഡ് നിയന്ത്രിക്കുന്ന തത്വങ്ങളും നിർണ്ണയിക്കുന്നതാണ് ധനകാര്യ കമ്മീഷന്റെ ചുമതല. അടുത്തത്, രാഷ്ട്രപതി രാജ്യത്തിൻ്റെ സാമ്പത്തിക താൽപ്പര്യത്തിന് വേണ്ടി പരാമർശിക്കുന്ന ഏതൊരു കാര്യവും കൃത്യമായി പഠിച്ച് അത് പ്രാവർത്തികമാക്കുന്നതിനുള്ള ശുപാർശകൾ നൽകണം. എന്താണ്? രാഷ്ട്രപതി രാജ്യത്തിൻ്റെ സാമ്പത്തിക താൽപ്പര്യത്തിന് വേണ്ടി പരാമർശിക്കുന്ന ഏതൊരു കാര്യവും കൃത്യമായി പഠിച്ച് അത് പ്രാവർത്തികമാക്കുന്നതിനുള്ള ശുപാർശകൾ ഈ ധനകാര്യ കമ്മീഷൻ നൽകണം. ഓക്കെ, ധനകാര്യ കമ്മീഷൻ ഒരു ഉപദേശക സമിതിയാണ് കേട്ടോ. അത് ഇത് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. അടുത്ത എന്താണ്? സംസ്ഥാന ധനകാര്യ കമ്മീഷൻ നൽകിയ ശുപാർശകളുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തെ പഞ്ചായത്തുകളുടെയും മുനിസിപ്പാലിറ്റികളുടെയും വിഭവങ്ങൾക്ക് അനുബന്ധമായി സംസ്ഥാനത്തിൻ്റെ ഏകീകൃത ഫണ്ട്, എന്താണ്? കൺസോളിഡേറ്റഡ് ഫണ്ട് വിപുലീകരിക്കുന്നതിനാവശ്യമായ നടപടികൾ എന്തൊക്കെയെന്ന് രാഷ്ട്രപതിക്ക് ശുപാർശ ചെയ്യേണ്ടതാണ്. ഓക്കെ, എന്താണ്? ഒന്നും കൂടെ പറയാം. സംസ്ഥാന ധനകാര്യ കമ്മീഷൻ നൽകിയ ശുപാർശകളുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തെ പഞ്ചായത്തുകളുടെയും മുനിസിപ്പാലിറ്റികളുടെയും വിഭവങ്ങൾക്ക് അനുബന്ധമായി സംസ്ഥാനത്തിൻ്റെ ഏകീകൃത ഫണ്ട് വിപുലീകരിക്കുന്നതിന് ആവശ്യമായ നടപടികൾ കൈക്കൊള്ളണം, അല്ലെങ്കിൽ രാഷ്ട്രപതിക്ക് ശുപാർശ ചെയ്യേണ്ടതാണ്. ഓക്കെ, ഇത് മാത്രമല്ല 2-3 പോയിന്റും കൂടെ നമുക്ക് നോക്കാം. രാജ്യത്തിൻ്റെ സാമ്പത്തിക ഭദ്രതയ്ക്ക് ആവശ്യമെന്ന് രാഷ്ട്രപതി കരുതുന്ന ഏത് സംഗതിയും കമ്മീഷന് മുന്നിൽ ശുപാർശയ്ക്ക് വെക്കണം. എങ്ങനെയാണ്? രാജ്യത്തിൻ്റെ സാമ്പത്തിക ഭദ്രതയ്ക്ക് ആവശ്യമെന്ന് രാഷ്ട്രപതി കരുതുന്ന ഏത് സംഗതിയും കമ്മീഷന് മുന്നിൽ ശുപാർശയ്ക്ക് വെക്കണം. അതനുസരിച്ച് നിശ്ചിത ഇനങ്ങളിൽ അറ്റ വരുമാനത്തിൻ്റെ സംസ്ഥാനങ്ങൾക്കുള്ള വിതരണത്തെ നിയന്ത്രിക്കുന്ന തത്വങ്ങളെ സംബന്ധിച്ചുള്ള ശുപാർശകൾ നൽകാൻ കമ്മീഷന് ബാധ്യതയുണ്ട്. എന്താണ്? ഈ രാജ്യത്തിൻ്റെ സാമ്പത്തിക ഭദ്രതയ്ക്ക് ആവശ്യമെന്ന് രാഷ്ട്രപതി കരുതുന്ന ഏത് സംഗതി
ആദ്യം കമ്മീഷന് മുന്നേ ശുപാർശയ്ക്ക് വെക്കണം. അതനുസരിച്ച് നിശ്ചിത ഇനങ്ങളിൽ അറ്റ വരുമാനത്തിൻ്റെ സംസ്ഥാനങ്ങൾക്കുള്ള വിതരണത്തെ നിയന്ത്രിക്കുന്ന തത്വങ്ങളെ സംബന്ധിച്ചുള്ള ശുപാർശകൾ നൽകാൻ കമ്മീഷന് ബാധ്യതയുണ്ട്. ഇത് അനുച്ഛേദം 280 3D ആണ്. അനുച്ഛേദം 280 3Bയെ കുറിച്ച് നമ്മൾ പറഞ്ഞായിരുന്നു. ഏതായിരുന്നു? ഗ്രാൻഡ് ഇൻ എയ്ഡ്. ഇന്ത്യയുടെ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന് സംസ്ഥാനങ്ങളോ റവന്യൂ ഇനത്തിലുള്ള സഹായധനങ്ങളാണ് ഗ്രാൻഡ് ഇൻ എയ്ഡ്. അത് പ്രതിപാദിക്കുന്നത് അനുച്ഛേദം 280 3B ആണ്. ഓക്കെ, ഇതെന്താണ്? ഇത് അറ്റ വരുമാനത്തിൻ്റെ സംസ്ഥാനങ്ങൾക്കുള്ള വിതരണത്തെ നിയന്ത്രിക്കുന്ന തത്വങ്ങളെ സംബന്ധിച്ചുള്ള ശുപാർശകളാണ്. അത് അനുച്ഛേദം 280 3D ആണ്. ഓക്കെ, പിന്നെ കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള സാമ്പത്തിക ബന്ധങ്ങൾ നിർവചിക്കണം. എന്തിനാണ്? കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള സാമ്പത്തിക ബന്ധങ്ങൾ നിർവചിക്കണം. അടുത്തത് ആസൂത്രിതമല്ലാത്ത വരുമാന സ്രോതസ്സുകളുടെ വിഭജനം കൈകാര്യം ചെയ്യണം. എന്താണ്? ആസൂത്രിതമല്ലാത്ത വരുമാന സ്രോതസ്സുകളുടെ വിഭജനം കൈകാര്യം ചെയ്യണം. ഇതൊക്കെയാണ് ധനകാര്യ കമ്മീഷൻ്റെ ചുമതലകൾ. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങളത് വീണ്ടും ഒന്ന് കേട്ടു നോക്കുക. ഓക്കെ, ഞാൻ പറഞ്ഞായിരുന്നു ധനകാര്യ കമ്മീഷൻ ഒരു ഉപദേശക സമിതിയാണെന്ന്. അതിനെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ഉപദേശക സമിതി കമ്മീഷൻ നൽകുന്ന ശുപാർശകൾ ഒരു ഉപദേശം മാത്രമായിട്ടാണ് കണക്കാക്കുക. എന്താണ്? ധനകാര്യ കമ്മീഷൻ നൽകുന്ന ശുപാർശകൾ ഒരു ഉപദേശം മാത്രമായിട്ടാണ് കണക്കാക്കുക. അതനുസരിച്ച് ശുപാർശകൾ നടപ്പിലാക്കുകയോ സംസ്ഥാനങ്ങൾക്ക് പണം അനുവദിക്കുകയോ ചെയ്യേണ്ടത് കേന്ദ്ര സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. മനസ്സിലായോ? ഇത് കമ്മീഷൻ നൽകുന്ന ശുപാർശകൾ അനുസരിച്ച് ശുപാർശകൾ നടപ്പിലാക്കുകയോ സംസ്ഥാനങ്ങൾക്ക് പണം അനുവദിക്കുകയോ ചെയ്യേണ്ടത് കേന്ദ്ര സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. അതായത് കമ്മീഷൻ സമർപ്പിച്ച ശുപാർശകൾ ഒരിക്കലും നിയമപരമായ അവകാശം ഉറപ്പു നൽകുന്നില്ല. എന്താണ്? അതായത് കമ്മീഷൻ സമർപ്പിച്ച ശുപാർശകൾ ഒരിക്കലും നിയമപരമായ അവകാശം ഉറപ്പു നൽകുന്നില്ല. ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം കേട്ടോ. ചില പ്രസ്താവന രീതിയിലൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ആദായ നികുതിയെ സംബന്ധിച്ച് ധനകാര്യ കമ്മീഷൻ്റെ ശുപാർശകൾ പരിഗണിച്ച് വിഹിതവും വിതരണ രീതിയും രാഷ്ട്രപതി ഒരു ഓർഡർ വഴി നടപ്പാക്കുന്നു. ഇക്കാര്യത്തിൽ പാർലമെൻറ്റിന് നേരിട്ട് ബന്ധം വരുന്നില്ല. എന്താണ്? ആദായ നികുതിയെ സംബന്ധിച്ച് ധനകാര്യ കമ്മീഷൻ്റെ ശുപാർശകൾ പരിഗണിച്ച് വിഹിതവും വിതരണ രീതിയും രാഷ്ട്രപതി ഒരു ഓർഡർ വഴിയാണ് നടപ്പാക്കുന്നത്. ഇക്കാര്യത്തിൽ പാർലമെൻറ്റിന് നേരിട്ടൊരു ബന്ധവും ഇല്ല. എന്നാൽ കമ്മീഷൻ്റെ ശുപാർശകൾ അടങ്ങുന്ന റിപ്പോർട്ട് രാഷ്ട്രപതിക്ക് സമർപ്പിച്ചതിന് ശേഷം അതിന്മേൽ സ്വീകരിക്കാവുന്ന നടപടികൾ അടങ്ങുന്ന ഒരു വിശദീകരണ മെമ്മോറാണ്ടം രാഷ്ട്രപതി പാർലമെൻറ്റിലെ അംഗങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാറുണ്ട്. അല്ലേ? ഒന്നും കൂടെ പറയാം. ഈ കമ്മീഷൻ, ധനകാര്യ കമ്മീഷൻ ഒരു റിപ്പോർട്ട് രാഷ്ട്രപതിക്ക് സമർപ്പിക്കുന്നു. രാഷ്ട്രപതി അതിന്മേൽ സ്വീകരിക്കാവുന്ന നടപടികളെല്ലാം ഒരു വിശദീകരണമാക്കി മെമ്മോറാണ്ടം രാഷ്ട്രപതി ആർക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു? പാർലമെൻറ്റിലെ അംഗങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു. ഈ പാർലമെൻറ്റിൻ്റെ ഇരുസഭയും ധനകാര്യ കമ്മീഷൻ്റെ റിപ്പോർട്ട് രാഷ്ട്രപതിയുടെ മാർഗനിർദ്ദേശത്തിലും നേതൃത്വത്തിലും പരിഗണിക്കുന്നു. ഓക്കെ, പാർലമെൻറ്റിൻ്റെ ഇരുസഭയും ധനകാര്യ കമ്മീഷൻ്റെ റിപ്പോർട്ട് രാഷ്ട്രപതിയുടെ മാർഗനിർദ്ദേശത്തിലും നേതൃത്വത്തിലും പരിഗണിക്കും. ഇതിനെല്ലാം ശേഷമാണ് ഇന്ത്യ ഗവൺമെൻറ് സംസ്ഥാനങ്ങൾക്കും ബന്ധപ്പെട്ട അവകാശമോ പണമോ അനുവദിക്കുന്നത്. ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതിനെല്ലാം ശേഷമാണ് ഇന്ത്യ ഗവൺമെൻറ് സംസ്ഥാനങ്ങൾക്ക് ബന്ധപ്പെട്ട അവകാശമോ പണമോ അനുവദിക്കുന്നത്. ഓക്കെ, ഇതുവരെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങളത് റിപ്പീറ്റ് അടിച്ച് ഒന്നും കൂടെ ഒന്ന് കേട്ട് നോക്കുക. നിങ്ങളതൊന്ന് വായിച്ച് നോക്കുക. ഓക്കെ, നിങ്ങൾ ഈ ഭാഗം വിട്ടുപോകരുത്. PSS സ്ഥിരമായിട്ട് ധനകാര്യ കമ്മീഷനെ കുറിച്ച് ചോദിക്കുന്നതാണ്. വരുന്ന LDCക്കാർക്കായാലും വരുന്ന PSC എഴുതുന്ന ഏതൊരു എക്സാം എഴുതുന്ന എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു ക്ലാസ്സാണ്. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. പ്ലീസ് സപ്പോർട്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ രേഖപ്പെടുത്തുക. താങ്ക് യു സോ മച്ച്.